വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം വർണ്ണാഭമായി. അരങ്ങ് 2025 എന്ന പേരിലാണ് ആലത്തൂർ നെന്മാറ ബ്ലോക്ക് ക്ലസ്റ്റർ കുടുംബശ്രീയുടെ സർഗോത്സവം നടന്നത്. കുടുംബശ്രീയുടെ 27ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം കുടുംബശ്രീ പ്രവർത്തകർക്കായി അരങ്ങ് സർഗോത്സവം നടത്തിവരുന്നത്. കുടുംബശ്രീയുടെ രജത ജൂബിലി വേളയിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താനും അവരുടെ സർഗാത്മക കഴിവ് പരിപോഷിപ്പിക്കുന്നതിനുമായാണ് ആലത്തൂർ നെന്മാറ ബ്ലോക്ക് ക്ലസ്റ്റർ കുടുംബശ്രീയുടെ നേതൃത്വത്തിലും സർഗോത്സവം സംഘടിപ്പിച്ചത്. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും കേരളം ഒരു മാതൃക എന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികവാർന്ന രൂപത്തിൽ വീടാകൂട്ടിൽ കുടുങ്ങുന്ന അടുക്കളക്കാരികളെ അരങ്ങത്തേക്ക് കൊണ്ടുവരുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം 98-ലാണ് കുടുംബശ്രീ ആരംഭിക്കുന്നത്. വളരെ കുറഞ്ഞ പഞ്ചായത്തുകളിലായിരുന്നു, അന്ന് 262 മറ്റ് പഞ്ചായത്തുകളിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും വീട്ടിൽ നിന്നും സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്നും പൊതുപ്രവർത്തന രംഗത്തേക്കും സ്ത്രീകൾ വരിക എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയുടെ ഭാഗമായി പലപ്പോഴും മാനസികമായി പ്രയാസമുണ്ടാക്കുന്ന തരത്തിലേക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. ആദ്യഘട്ട രൂപീകരണ ഘട്ടത്തിൽ തന്നെ വളരെ കുറഞ്ഞ യൂണിറ്റുകൾ എന്ന നിലയിൽ നിന്ന് മാറി ഇന്ന് 3 ലക്ഷത്തിലധികം വരുന്ന യൂണിറ്റുകളും കുടുംബശ്രീയുടെ യൂണിറ്റുകളും 48 ലക്ഷത്തിലധികം വരുന്ന വനിതകളും അണിനിരക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണിത്. ഒരാഴ്ച കൊണ്ട് തന്നെ മുഴുവൻ പേർക്ക് പഠിപ്പിക്കുക. ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞയും പൊതുപരിപാടികളും യൂണിറ്റ് തലം മുതൽ ആരംഭിക്കുക. ലക്ഷക്കണക്കിന് വരുന്ന വനിതകളെ അണിനിരത്തുക. ആ രീതിയിലേക്കുള്ള പ്രവർത്തനം ഏറ്റവും മികവാർന്ന രൂപത്തിലേക്കാണ് വന്നത്. എലവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി, മെമ്പർ എ രാജൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചെല്ലക്കുട്ടി സ്വാഗതവും അനുരാധ നന്ദിയും പറഞ്ഞു. 5 വേദികളിലായാണ് കലാപരിപാടികൾ നടന്നത്. ആദ്യത്തെ വേദിയിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും നാടോടി നൃത്തവുമൊക്കെയായി കുടുംബശ്രീ അംഗങ്ങൾ അരങ്ങു തകർത്തപ്പോൾ 2ാം വേദിയിൽ ഗാനാലാപന മത്സരങ്ങളാണ് ശ്രദ്ധേയമായത്. പ്രസംഗവും സ്കിറ്റും മൈമുമൊക്കെയാണ് 3ാം വേദിയിൽ അരങ്ങേറിയത്. രചനാ മത്സരങ്ങൾ കൊണ്ട് 4ാം വേദിയും ചിത്രരചനാ മത്സരങ്ങളുമായി 5ാം വേദിയും സജീവമായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.